നമസ്കാരം, ഞാൻ ഗണപതി. ആദ്യം ജിത്തു സാർ വിളിച്ചപ്പോൾ ഞാനൊരു ത്രില്ലർ മൂവിക്ക് എന്തെങ്കിലും ചെറിയൊരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതായിരുന്നു വിചാരിച്ചത്. അവിടെ പോയി ഇരുന്ന് സ്ക്രിപ്റ്റ് കേട്ടപ്പോഴാണ് ഇതൊരു ഭയങ്കര എന്താ പറയണ്ടേ, വേറൊരു സർപ്രൈസ് ആയിരുന്നു അത്. എന്താ പറയണ്ടേ, ഭയങ്കര ഒരു ത്രൂ ഔട്ട് ഹ്യൂമർ ഉള്ള, അല്ലെങ്കിൽ ത്രൂ ഔട്ട് അങ്ങനെ ഫാമിലിക്ക് ഒരു പാക്ഡ് ആയ ഒരു മൂവി. അപ്പം കാസ്റ്റ് ഇപ്പം കണ്ടപ്പോൾ കാളിദാസ്, പിന്നെ വിഷ്ണു, ഷെബിനായാലും. അപ്പോൾ നമ്മൾ പടം തുടങ്ങി. പിന്നെ അപർണ പടം തുടങ്ങി ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് എൻ്റെ ക്യാമറ സതീഷ് കുറുപ്പേട്ടൻ ഞാൻ പടയോട്ടം ചെയ്ത് കഴിഞ്ഞ് ഉടനെയാണ് കുറച്ച് കഴിയുമ്പോൾ ഈ കോൾ വരുന്നത്. അപ്പോൾ അത് എന്താ പറയണ്ടേ, ഭയങ്കര ആദ്യത്തിന് 3 ദിവസം കഴിഞ്ഞ് നമ്മൾ ഭയങ്കര ജെല്ലായി. പിന്നെ സാറായാലും നമ്മൾക്ക് ആദ്യം പോകുമ്പോഴത്തേക്ക് ഞാൻ ലാലേട്ടൻ്റെയും രാജുവിൻ്റെ കൂടെയൊക്കെ വലിയ ഹിറ്റുകൾ കഴിഞ്ഞ് നമ്മളുടെ കൂടെ ആദ്യമേ കഴിഞ്ഞിട്ട് ഇപ്പോൾ വരികയായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മളോടുള്ള സമീപനം എങ്ങനെയായിരിക്കും, നമ്മുടെ ചെറുപ്പക്കാരിലുള്ളൊരു എന്തായിരിക്കും ആ ഒരു കെമിസ്ട്രി എന്ന് ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സാറ് ഭയങ്കര ഫ്രീ ആയിരുന്നു. നമ്മളൊരു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സ്ക്രിപ്റ്റ് റീഡിങ് സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഭയങ്കര എന്താ പറയണ്ട, സാർ ഭയങ്കര ഫ്രീ ആയിരുന്നു. ആ ഒരു ഫ്രീഡം നമുക്ക് നമ്മുടെ ക്യാരക്ടേഴ്സിനെ ഒരു പരിധിവരെ പല രീതിയിൽ കൊണ്ടുപോകാനും എക്സ്പ്ലോർ ചെയ്യാനും സാധ്യതകൾ ഉണ്ടാക്കാനും വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കെമിസ്ട്രി നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് വർക്കൗട്ടായി. നമ്മളെല്ലാവരും ഒരു 40 ദിവസം, ഒരു 40 days ഒരുമിച്ചൊരു ഹോസ്റ്റലിൽ കഴിയുന്ന പോലെ ഹോസ്റ്റൽ വാർഡനായിട്ട് സാറും ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജിത്തു സാർ നമ്മളെ വെച്ച് ഒരു പടം ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യമാണ്. അപ്പം അത് എന്താ പറയണ്ട, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു മോട്ടീവ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ, പക്ഷേ അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു സംഭവം അയാൾ തരുന്ന ഫ്രീഡത്തിൽ മാത്രമേ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ഫ്രീഡം അയാൾ പുള്ളി തന്നുകൊണ്ട് സാറ് നമ്മളെ വിളിച്ച് ഓരോ സീനിന് തുടങ്ങുന്നതിന് മുമ്പേ നമുക്കൊന്നിരുന്ന് സംസാരിച്ചിട്ട് അങ്ങനെയുള്ളൊരു എന്താ കോൺവെർസേഷൻസ് ഉണ്ടായിരുന്നു. പല സീനുകൾക്ക് മുമ്പേ ഉള്ള ഹെൽത്തി കോൺവെർസേഷൻസും ഹെൽത്തി ഡിസ്കഷനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്കും ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ പടത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻവോൾവിപ്പിക്കാനുള്ളൊരു, അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുക എന്നുള്ളൊരു സ്പേസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അത് നല്ല രീതിയിൽ വരുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ല, ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഈ ചൈൽഡ് ആക്ടറിന് ഒരു ആർട്ടിസ്റ്റായിട്ട് ആൾക്കാർ അംഗീകരിക്കുന്ന ഒരു, നമ്മുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ കണ്ടുവരുന്നതാകുമ്പോൾ ആ ഒരു പീരീഡ് ഉണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ. പക്ഷെ അത് ഓവർകം ചെയ്യുക എന്നുള്ളതാണ് എന്താ പറയണ്ടത്, ഓവർകം ചെയ്യാൻ പറ്റുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അത് എനിക്ക് ദൈവം സഹായിച്ചുകൊണ്ടും അല്ലെങ്കിൽ ആൾക്കാരുടെ തന്നെ പെർഫോമൻസ് ഇഷ്ടമായതുകൊണ്ടും അങ്ങനത്തെ നല്ല ആൾക്കാർ അവസരം വിളിച്ച് തന്നതുകൊണ്ടും എനിക്കത് എന്താ പറയണ്ട, ഒരു ആർട്ടിസ്റ്റ്. കാരണം കുറേ സ്ഥലത്ത് മാസ്റ്റർ ഗണപതിന്ന് കുറേ കൊല്ലം കഷ്ടപ്പെട്ടിട്ടാണ് മാസ്റ്റർ പോയത്. അങ്ങനെ അത് എന്താ പറയണ്ട, ഇപ്പോഴും കുഴപ്പമില്ലാത്ത പ്രൊജക്ട്സുകൾ ആൾക്കാർ വിളിച്ച് തരുന്നു. അതൊക്കെ ഒരു വലിയ കാര്യമാണ്. അപ്പം പിന്നെ ഓരോ പടം ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ആൾക്കാർ മാറും, ഇത് പാറ്റേൺ അങ്ങനെ എന്തെങ്കിലും അതൊക്കെ എല്ലാം ഒരു ലേണിംഗ് പ്രോസസ്സല്ലേ. ഓരോ പടം ഒരു ലേണിംഗ് പ്രോസസ്സാണോ, അത് നമ്മളെങ്ങനെ ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ നമ്മുടെ ഔട്ട് എങ്ങനെയെന്ന് അനുസരിച്ചിരിക്കും. അത്രേ ഉള്ളൂ. ഗോകുൽ സുരേഷിൻ്റെ കൂടെ ഒരു പടം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടൈറ്റിൽ നമ്മൾ അനൗൺസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല, ചെറിയ പാച്ച് വർക്ക്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടൊരു ഓൺ പ്രൊജക്റ്റ്, അതായത് എൻ്റെ ബ്രദറുമായിട്ടുള്ളൊരു കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ഓൺ പ്രൊജക്റ്റ് ഇങ്ങനെ ഡിസ്കഷൻ നടക്കുകയാണ്. അപ്പം വെരി സൂൺ. ഫാദർ TV ചന്ദ്രൻ സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. ജയരാജ് സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, കോ ഡയറക്ടറായിരുന്നു. PT കുഞ്ഞുമാത്, അങ്ങനെ പിന്നെ കുറേ മലബാർ മാനുവൽ ഡോക്യുമെൻ്ററീസൊക്കെ പുള്ളിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രദർ രാജീവ് എൻ്റെ കൂടെ AD ആയിരുന്നു, ക്യാമറ അസിസ്റ്റൻ്റ് ആയിരുന്നു. ജയരാജ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണ്ടായിരുന്നു, K മോഹൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണ്ടായിരുന്നു. അങ്ങനെ അല്ല, എല്ലാ ക്യാരക്ടറും ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. പിന്നെ എന്താ പറയണ്ടേ,
ഈ അടുത്തായിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ എല്ലാം നല്ല റെസ്പോൺസ് കിട്ടി. പിന്നെ ഈ വള്ളിക്കുടൽ വെള്ളക്കാരൻ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് നല്ല റിവ്യൂസ് വന്നു. അതായത് കുറച്ച് മെച്യൂർഡായിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ പൊട്ടൻഷ്യലുണ്ട്. ഈവൻ മാതൃഭൂമി ഇനിയും വെല്ലുവിളിയുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ പ്രാപ്തനാണെന്നൊക്കെ എഴുതി. അപ്പം അങ്ങനൊരു അപ്രീസിയേഷൻ പല സ്ഥലത്തുനിന്നും പിന്നെ പല കോൾസും എൻ്റെ അടുത്തുണ്ടായിരുന്നു. പെർഫോമൻസ് വൈസിൽ അത് രസമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഒരു ലൈക്ക് കോൺഫിഡൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഡിമാൻഡില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്യാരക്ടേഴ്സ് നമ്മൾ ചെയ്യാത്തത് അല്ലെങ്കിൽ നമുക്ക് ഇനി എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യാത്ത പരിപാടികളെല്ലാം ചലഞ്ചിങ്ങും അല്ലെങ്കിൽ ഡ്രീമോ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം ഇതുവരെ ചെയ്യാത്ത ക്യാരക്ടേഴ്സ് വരുമ്പോഴത്തേക്കും അതിനോട് താല്പര്യവും അത് ചെയ്യാനുള്ളൊരു എന്താ പറയണ്ട മനസ്സും ഉണ്ടാവും. അതിപ്പോൾ ലൈക്ക് ഇന്ന ക്യാരക്ടർ വേണമെന്ന് എനിക്കൊരു ഡിമാൻഡില്ല. ഇപ്പം അടുത്ത് ഞാൻ പറയുന്ന ഈ ഫ്യൂച്ചർ പ്രോജക്റ്റിൽ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രമാണ്. അപ്പം എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇതുവരെ മുമ്പ് ചെയ്ത് പഴക്കമില്ലാത്ത അല്ലെങ്കിൽ ഈ കരിയറിൽ ഇതുവരെ ചെയ്യാത്ത ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചെയ്ത് കൊടുക്കും. അതിപ്പം നായകനോ വില്ലനോ അല്ലെങ്കിൽ കഥാപാത്രമോ അങ്ങനെയൊന്നുമില്ല. അത് ലൈക്ക് ഇപ്പോൾ കുറച്ച് അത്യാവശ്യം എനിക്ക് ഭയങ്കര ലൈക്ക് എനിക്ക് ഒരു അങ്ങനത്തെ ഒരു സ്കൂള് ലൈക്ക് എനിക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷനായിരുന്നു. കാരണം ആദ്യം ഞാൻ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഈ പേടിയൊക്കെ ഉണ്ടായിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോഴത്തേക്കും പിന്നെ അവിടെ വേറെ സാറ് ഭയങ്കര കമ്പനിയായിട്ട് എന്നോട് അവേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും റൗഡികളും ഹോസ്റ്റൽ വാർഡും കൂടെ ഒരു ഹോട്ടലായിരുന്നു നമ്മൾ. പിന്നെ എന്താ പറയണ്ട ഈ 40 days നമ്മൾ ഭയങ്കര നമ്മുടേതായ ഫണ്ടുകളും ചില ദിവസം രാത്രികൾ നമ്മൾ കൂടാറുണ്ട്. അങ്ങനെ ലൈക്ക് ഭയങ്കര സിമ്പിളായിട്ടാണ് സാർ നമ്മളിലൊരുവൻ എന്നുള്ള രീതിയിലാണ് നമ്മളുള്ള അപ്രോച്ചും നമ്മളുള്ളൊരു എന്താ പറയണ്ടേ കോൺവെർസേഷൻസൊക്കെ എല്ലാം അങ്ങനെയായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി സതീഷ് ഏട്ടൻ വളരെ എനിക്ക് ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു മാനാണ്. അപ്പോൾ സതീഷ് ഏട്ടനായിട്ടുള്ള എനിക്ക് വർക്ക് ചെയ്ത് പരിചയമുണ്ട്. അപ്പോൾ ആ ഒരു ഭയങ്കര കൂളായിരുന്നു, ഭയങ്കര ഫ്രീഡം നമ്മൾ എൻജോയ് ചെയ്തത്. അതാ പല സീനുകളിലും നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേകത കാണാൻ പറ്റും. ജിത്തു സാറിൻ്റെ മാജിക് എന്ന് പറഞ്ഞാൽ അത് എല്ലാ പ്രായക്കാരുടെ ഇടയിലും അയാൾക്ക് ഇടപഴകാനും അല്ലെങ്കിൽ എല്ലാ പ്രായക്കാരുടെ ഇടയിലും എന്താണ് അയാൾക്ക് പുതിയത് കണ്ടെത്താൻ പറ്റുന്നതെന്നും അത് ഭയങ്കരമായിട്ട് ക്യാപ്ചർ ചെയ്ത് പുള്ളിയിലോട്ട് അഡാപ്റ്റ് ചെയ്ത് പുള്ളിയുടെ വർക്കിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റുന്നൊരു ഭയങ്കര ബുദ്ധി പുള്ളിക്കുണ്ട്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം കാരണം വെച്ചാൽ നമ്മൾ ഷൂട്ടിംഗ് സമയത്തൊക്കെ പുള്ളി പറഞ്ഞു എനിക്ക് പുതിയ പിള്ളേരുടെ പരിപാടി എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതൊന്നും എനിക്കറിയണം. അപ്പം പുള്ളിയുടേതായ സബ്ജക്റ്റിൽ നമ്മളുടെ കയ്യിൽ നിന്നും ഉണ്ടാകുന്ന പുതിയ കെമിസ്ട്രികൾ അത് എടുക്കുക, അത് യൂട്ടിലൈസ് ചെയ്യുക, അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ സാറ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നിടത്താണ് വിജയം. അത് ആ ഒരു ലൈക്ക് പ്രത്യേക ഒരു ചാം സാറിന് ഉണ്ട്. ഫാമിലി എന്നും സപ്പോർട്ടിംഗ് ആണ്. കാരണം എല്ലാവരും സിനിമ അച്ഛൻ്റെ വർക്കുകളെല്ലാം എല്ലാവരും സിനിമ കണ്ട് വളർന്നതും അല്ലെങ്കിൽ ആ പരിപാടി അറിയുന്ന വീട്ടിലാണ്. പിന്നെ ചില മറ്റേ റിലേറ്റീവ്സിൻ്റെയൊക്കെ ഇതിപ്പം എതിർപ്പല്ല, ചിലപ്പം മറ്റേ എന്താ പറയണ്ടേ ആർക്കും എതിർപ്പൊന്നുമില്ല കേട്ടോ. അപ്പം അത് ലൈക്ക് അങ്ങനെ സപ്പോർട്ടുണ്ട്. ഫാമിലി ആയിട്ടുള്ളൊരു പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ 11 വർഷം എനിക്കിതിൽ സ്റ്റേ ചെയ്യാൻ അവർ അനുവാദം തന്നതും എനിക്കതിൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നതും തുടങ്ങിയിട്ടുള്ളൂ. ഇനിയും എക്സ്പ്ലോർ ചെയ്യണം. അയ്യോ, ഞാനങ്ങനെ പറയാനൊന്നും ഒരാളായിട്ടില്ല. ഒന്നുമില്ല, നമ്മൾ ചെയ്യുന്ന പരിപാടിയിൽ എപ്പോഴും എന്താ പറയണ്ട ഹാപ്പി ആയിരിക്കുക. കാരണം നമ്മൾ ചെയ്യുന്ന പരിപാടിയിൽ എന്താ പറയണ്ട എപ്പോഴും നമ്മൾ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയണ്ട ഇതുവരെ കാണാത്ത കാര്യങ്ങൾ അത് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലൊരു സുഖം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാനുള്ളൊരു എന്താ പറയണ്ട ആ ഒരു അറ്റൻഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും അവർ ചെയ്യുന്ന വർക്കിൽ ഭയങ്കര സന്തോഷം ഇതാവുക, അല്ലാതെ മറ്റേ ഭയങ്കരമായിട്ടുള്ള ടിപ്സൊന്നും എനിക്ക് തരാനില്ല. സിനിമയല്ലാതെ ഫ്രണ്ട്സ് തന്നെയാണ് ബാക്കി ഫുൾ ഹോബി എന്ന് പറയുന്നത്. പിന്നെ ഫുട്ബോൾ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യും, ഇടയ്ക്ക് കളിക്കാൻ പോകും. പ്ലെയറല്ല, പക്ഷേ ഇങ്ങനെ ഇടയ്ക്ക് കളിക്കാൻ പോകും. പിന്നെ ഇതൊക്കെ തന്നെ നെറ്റ്ഫ്ലിക്സ് പടങ്ങൾ കാണുക, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുക, അങ്ങനെയൊക്കെ തന്നെ.
ഡയറക്ഷൻ ലൈക്ക് അങ്ങനെ എഴുത്ത് അല്ലെങ്കിൽ ക്യാമറ അങ്ങനെ ഒരു ഇതൊന്നുമില്ല. പക്ഷേ ഞാൻ ഡയറക്ഷനിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ബ്രദറിൻ്റെ കൂടെ ഒരു ഫീച്ചർ ഫിലിം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെ കംപ്ലീറ്റ് ആവുന്നുള്ളത് സിക്കിമിൽ പോയിട്ട് അവരുടെ ഭാഷയിൽ അങ്ങനെ അത് പഠിക്കാനുള്ളൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ചെയ്യാനുള്ളതല്ല, ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടറിൽ നിന്ന് ആ ഒരു സൈഡോ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് ക്യാമറയിൽ നിൽക്കുമ്പോൾ കുറച്ചും കൂടെ കംഫർട്ട് ഉണ്ടാവും എന്നുള്ളൊരു എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഇപ്പോൾ ടെക്നിക്കൽ സൈഡ് കുറച്ചുകൂടെ പഠിക്കുമ്പോൾ നമുക്ക് ക്യാമറയിൽ എങ്ങനെയൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയണ്ട നമുക്ക് ബിഹേവ് അല്ലെങ്കിൽ ആക്ട് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ കംഫർട്ട് സോണാണ്. അപ്പം അതിന് വേണ്ടി അത് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ ഫസ്റ്റ് പടം എൻ്റെ സിക്സ് സൗണ്ടാണ്. ബിഫോർ ദ റെയിൻസ് എന്നാണ് പടം. അതെനിക്ക് ഞാൻ 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലാണ് പഠിക്കുമ്പോഴാണ് സന്തോഷ് സാറിൻ്റെ മൂവി ബിഫോർ ദ റെയിൻസ്. അത് ഹോളിവുഡ് പ്രൊഡക്ഷൻ ആയിരുന്നു. ഫുൾ ഹോളിവുഡ് എന്താ പറയണ്ട സൗണ്ട് എഞ്ചിനീയേഴ്സ് അങ്ങനത്തെ ഇതായിരുന്നു. അതിന് ശേഷമാണ് ശരിക്കും ഞാൻ വിനോദയാത്ര ചെയ്യുന്നത്.